ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പെന്തക്കോസ്താ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം എസെക്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം 20-ാം അധ്യായം 47-ാം തിരുവചനം. നെഗബിലെ വനത്തോട് പറയുക, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നിൽ തീ കൊളുത്തും. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ സമയം. ഈശോ ശിഷ്യന്മാരോടും ലോകത്തോടും പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ തരുമെന്ന്. പരിശുദ്ധാത്മാവായ ആ സഹായകൻ ശിഷ്യന്മാരുടെ മേലും അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ മേലും ഒരു തീനാവിൻ പോലെ, ഒരഗ്നി പോലെ അവരിലേക്ക് പടർന്നപ്പോൾ കർത്താവിൻ്റെ വചനം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവരവരുടെ ഭാഷയിൽ അവർ കേൾക്കുവാനും സംസാരിക്കുവാനും തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം ശ്രവിക്കുന്ന ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ നിമിഷം ദൈവത്തിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഈ നിമിഷം മുതൽ ജ്വലിക്കട്ടെ. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോ നിമിഷങ്ങളെയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരട്ടെ. ഒന്നും നമ്മുടെ കഴിവല്ല, ഇതുവരെ നേടിയതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെന്തക്കോസ്താ തിരുനാളിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലെ എല്ലാ മക്കളുടെ മേലും ഇന്ന് വന്ന് നിറയുന്നതിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.